വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇന്ന് ഒരു വലിയ സന്ദേശമുണ്ട്. ഒരു സന്ദേശം മാത്രമല്ല, ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ നിമിഷം ഈ വീഡിയോ തുറന്നത് യാദൃശ്ചികമല്ല. പ്രപഞ്ചം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ഒരു കാരണം ഉണ്ട്. ആ കാരണം എന്താണ് എന്ന് അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ വീഡിയോ ഒരു നിമിഷം പോലും തള്ളിക്കളയരുത്. ഒരു ശ്വാസം എടുക്കൂ, ഇരിക്കൂ, ശ്രദ്ധയോടെ കേൾക്കൂ. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർക്കടക രാശിക്കാരുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ജ്യോതിഷ സത്യമാണ്. കർക്കടകം. ഈ രാശിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകാറുണ്ട്. ഈ രാശിയിൽ ജനിച്ചവർ സാധാരണക്കാരല്ല. ഇവർ ആഴക്കടൽ പോലെ ആഴമുള്ളവരാണ്. ഇവരുടെ മനസ്സ് ഒരു നിലാവു രാത്രി പോലെ നിഗൂഢവും സുന്ദരവുമാണ്. ഇവർ സ്നേഹിക്കുമ്പോൾ ആഴത്തിൽ സ്നേഹിക്കും. ഇവർ കരയുമ്പോൾ ഉള്ളിൽ നിന്ന് കരയും. ഇവർ ചിരിക്കുമ്പോൾ ലോകം മൊത്തം തെളിയും. ഇവർ ത്യാഗം ചെയ്യുമ്പോൾ സ്വന്തം ജീവൻ കൂടി കൊടുക്കും. ഇതാണ് കർക്കടകം. ഇതാണ് ഈ രാശിയുടെ ആത്മാവ്. പക്ഷേ ഇത്രയും നല്ലവരായ ഈ കർക്കടക നേടിക്കാർക്ക് ഈ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകൾ വന്നിരിക്കുന്നു, എത്ര ചതികൾ, എത്ര വേദനകൾ. ആരൊക്കെ വിശ്വസിച്ചു, ആരൊക്കെ ഒറ്റിക്കൊടുത്തു, ആരൊക്കെ ഇവരുടെ നന്മ ചൂഷണം ചെയ്തു, ആരൊക്കെ ഇവരുടെ സ്നേഹം ഉപയോഗിച്ച് തിരിഞ്ഞു നോക്കിയില്ല. ഇതൊക്കെ ഓർക്കുമ്പോൾ ഹൃദയം നുറുങ്ങും. ഒരുപക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഒരുപക്ഷേ ഇപ്പോഴും ആ വേദന ഉള്ളിൽ ഉണ്ടാകും. ഒരുപക്ഷേ ഇന്ന് രാവിലെ ഉണർന്നപ്പോഴും ആ ചോദ്യം മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കും, എന്നാണ് ഈ ബുദ്ധിമുട്ടുകൾ തീരുക? എന്നാണ് ഞാൻ ശ്വസിക്കും? ഞാൻ ഇന്ന് ആ ചോദ്യത്തിന് ഉത്തരം തരാൻ വന്നിരിക്കുകയാണ്. ഗ്രഹങ്ങൾ ഇന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. ആകാശം ഇന്ന് കാണിച്ചത് ഞാൻ വായിച്ചു. ആ സത്യം നിങ്ങളോട് പറയാൻ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന 15 ദിവസങ്ങൾ, ഈ 15 ദിവസങ്ങൾ കർക്കടക രാശിക്കാരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് ആണ്. ഇത് ഒരു സാധാരണ പ്രവചനമല്ല. ഇത് ഗ്രഹങ്ങൾ ഒരുക്കിവെച്ചിരിക്കുന്ന ഒരു ദൈവീക ക്രമീകരണമാണ്. ഇതിനെ ഒരു ഭാഗ്യ സൂക്ഷ്മ നിമിഷം എന്ന് വിളിക്കാം. ഇതൊരു ജ്യോതിഷ ദുർലഭ ഘടനയാണ്. അടുത്ത 15 ദിവസങ്ങളിൽ ആകാശത്ത് നടക്കാൻ പോകുന്ന ഗ്രഹചലനങ്ങൾ, ഇത് 150 വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ സംഭവിക്കുകയാണ്. 150 വർഷം. ഒന്ന് ആലോചിക്കൂ. നിങ്ങളുടെ മുത്തശ്ശിയും മുത്തശ്ശനും ജനിക്കുന്നതിനും മുൻപ് ഈ ഒരു ഘടന ഉണ്ടായിട്ടില്ല. ഈ ഒരു ഗ്രഹക്രമീകരണം ഇതിനു മുൻപ് ആർക്കും അനുഭവിക്കാൻ ഇടയായിട്ടില്ല. ഇന്ന് ജീവിക്കുന്ന ഒരു കർക്കടക രാശിക്കാരൻ, ഒരു കർക്കടക രാശിക്കാരിക്ക് ഇത് ലഭിക്കുകയാണ്. ഈ ഒരു ദൈവാനുഗ്രഹം ഒരു ജന്മത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ഇതു കേൾക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ഞാൻ എന്തിനു വിശ്വസിക്കണം? ഇതിനു മുൻപും ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ശരിയായില്ല. ആ ചോദ്യം നേരാണ്. ആ സംശയം സ്വാഭാവികമാണ്. ഞാൻ നിങ്ങളോട് കള്ളം പറയാൻ വന്നതല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരേ ഒരു ഉദ്ദേശ്യത്തോടെ മാത്രമാണ്. ഗ്രഹങ്ങൾ കാണിക്കുന്ന സത്യം നിങ്ങളോട് തുറന്നു പറയണം. നല്ലത് നല്ലതായി, ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായി. ഒന്നും മറച്ചുവെക്കാതെ, ഒന്നും കൂട്ടിച്ചേർക്കാതെ. ഇനി നമുക്ക് ആ ആകാശത്തിലേക്ക് നോക്കാം. ഗ്രഹങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് എന്ന് നോക്കാം. ഗുരു. ഈ ഗ്രഹം ഇപ്പോൾ ഒരു സുപ്രധാനമായ ഭാവത്തിലൂടെ കടന്നുപോകുകയാണ്. ഗുരു ഒരിക്കൽ ഒരിടത്ത് നിൽക്കാറില്ല. ഗുരു നടക്കും, ഓടും, ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ പിന്നോട്ടു നടക്കും. ഇപ്പോൾ ഗുരു ഒരു പ്രത്യേക ഭാവസ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ ഒരു നിൽപ്പ്, ഇത് കർക്കടക രാശിക്ക് ഒരു അത്ഭുതം ഒരുക്കി വയ്ക്കുകയാണ്. ഗുരു ആനുകൂല്യം ലഭിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു തിരിവ് ഉണ്ടാകും. ഒരു വഴി തുറക്കും. ഒരു വാതിൽ അടഞ്ഞ് മറ്റൊരു വലിയ വാതിൽ തുറക്കും. ഇത് ആ സമയമാണ്. ശനി. ഈ ഗ്രഹം കർക്കടകത്തിനോട് ഇപ്പോൾ ഒരു കർശനമായ ഭാഷ സംസാരിക്കുകയാണ്. ശനി ഒരിക്കലും ഒഴിവു കൊടുക്കില്ല. ശനി പരീക്ഷിക്കും. ശനി ചോദ്യം ചോദിക്കും, നീ ആരെയാണ്? നീ ഉള്ളിൽ ശരിക്ക് ഒരു നല്ല മനുഷ്യനാണോ? നീ നിന്നോട് തന്നെ നേർമ്മയോടെ ഇരിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉള്ളിൽ ഇരുന്നു തരികയാണ് ഈ ഗ്രഹകാലഘട്ടം. ശനിയുടെ ഈ ഭാഷ ഒരു ശിക്ഷ അല്ല. ഇത് ഒരു ശുദ്ധീകരണമാണ്. ഇത് ഒരു ദൈവിക അഗ്നിപരിശോധനയാണ്. ഈ തീയിലൂടെ കടന്നുപോകുന്ന ആൾ ഒരു സ്വർണം പോലെ മിനുസപ്പെടും. രാഹു, കേതു. ഈ 2 ഛായാഗ്രഹങ്ങൾ, ഇവ കർക്കടകത്തിൽ ഒരു ആഴമായ ഊർജ്ജ ഇടപെടൽ ഉണ്ടാക്കുകയാണ്. രാഹു കർക്കടകത്തിന് ഒരു ദുർലഭ അവസരം ഒരുക്കുകയാണ്. ഒരു അതിശയകരമായ സൗഭാഗ്യം. ഒരു ഒറ്റ നിമിഷത്തിൽ ജീവിതം മാറ്റാൻ ശേഷിയുള്ള ഒരു അവസ്ഥ. ഒരുപക്ഷേ ഒരു ഫോൺ കോൾ വരും. ഒരുപക്ഷേ ഒരു കത്ത് വരും. ഒരുപക്ഷേ ഒരു ആൾ ജീവിതത്തിലേക്ക് കടന്നുവരും. ഒരുപക്ഷേ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഈ ഒരൊറ്റ നിമിഷം, ഇത് നഷ്ടപ്പെടുത്തിയാൽ ഇനി ഇത്രയും ശക്തമായ ഒരു ഘടന ലഭിക്കാൻ ഒരുപക്ഷേ ഒരു കാലം കഴിഞ്ഞേക്കും. കേതു ഇപ്പോൾ കർക്കടകത്തിന് ഒരു ആത്മീയ ഉണർവ് നൽകുകയാണ്. ഇക്കാലത്ത് ഒരു കർക്കടക രാശിക്കാർ ഉള്ളിൽ ഒരു വലിയ ഉണർച്ച അനുഭവിക്കും. ഒരു ദൈവഭക്തി ഉള്ളിൽ ഉദിക്കും. ഒരു ഒഴുക്ക് ഉണ്ടാകും, ഒരു ആത്മീയ ഒഴുക്ക്. ഈ ഒഴുക്കിൽ ഒഴുകൂ. ഈ ഉണർച്ചയെ ഭയക്കരുത്. ഇത് ഒരു ദൈവഹിതമാണ്. ഇനി ഞാൻ ആ 3 വലിയ സംഭവങ്ങളെക്കുറിച്ച് പറയാം. ഈ അടുത്ത 7 ദിവസത്തിനുള്ളിൽ, ഈ 7 ദിവസങ്ങൾ കർക്കടക രാശിക്കാർക്ക് ഒരു ജ്വലിക്കുന്ന അഗ്നി പോലെ ഇരിക്കും. ഒരു അഗ്നി, ശുദ്ധീകരിക്കുന്ന അഗ്നി. ആദ്യ ഘട്ടം, 7 ദിവസത്തിനുള്ളിൽ ഒരു ബന്ധം,
ഒരു ബന്ധം ഒന്നുകിൽ ആഴമേറിയ ഒരു തലത്തിലേക്ക് ആഴ്ന്നിറങ്ങും, അല്ലെങ്കിൽ ഒരു ബന്ധം അറ്റുപോകും. ഇത് കഠിനമായ ഒരു സംഭവമാണ്. ഒരുപക്ഷേ ഒരു ആൾ ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോകും. ഒരുപക്ഷേ ഒരു ആൾ ദൂരെ നിന്ന് തിരിച്ചുവരും. ഒരുപക്ഷേ ഒരു ബന്ധത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാകും. ഈ സ്ഫോടനം ഒരു നാശം അല്ല, ഇത് ഒരു ശുദ്ധീകരണമാണ്. ഈ ഒരു ഘടനയിൽ ബന്ധങ്ങൾ, ഏതൊരു ബന്ധം ഉള്ളിൽ ശരിയുള്ളതാണോ അത് ആഴത്തിൽ ഇറങ്ങും, ഏതൊരു ബന്ധം ഉള്ളിൽ പൊള്ളയായതാണോ അത് ഉടഞ്ഞുപോകും. ഗ്രഹങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. രണ്ടാം ഘട്ടം, 7 ദിവസത്തിനുള്ളിൽ ഒരു സാമ്പത്തിക തലത്തിൽ ഒരു അത്ഭുതകരമായ ഒരു ചലനം ഉണ്ടാകും. ഒരുപക്ഷേ ഒരു പണം, ഒരു തടഞ്ഞ പണം, പഴയ ഒരു കടം, ഒരു ഉറ്റ ആൾ നൽകേണ്ടിയിരുന്ന ഒരു തുക, ഇവയിൽ ഒന്ന് ഒഴുകിവരും. ഒരുപക്ഷേ ഒരു ജോലി സ്ഥലത്ത് ഒരു നല്ല വർത്തമാനം ലഭിക്കും. ഒരുപക്ഷേ ഒരു ബിസിനസ് ഒരു ഒഴുക്കിൽ ഇടം കാണും. ഒരുപക്ഷേ ഒരു ആൾ ഒരു ഓഫർ ആയി വരും. ഗ്രഹദിശ ഇപ്പോൾ ധനം, ഇടത്തരം ധനഭാഗ്യം, ഇതിനെ ഒരു ബിന്ദുവിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ഈ ഒരൊറ്റ ഒഴുക്ക് തടസ്സം ഇല്ലാതെ ഒഴുകിയാൽ ജീവിതം ഒരു പദ്ധതിയിലേക്ക് ചേരും. മൂന്നാം ഘട്ടം, ഇത് ഏറ്റവും ആഴമേറിയ ഒന്നാണ്. 7 ദിവസം മുതൽ 14 ദിവസം വരെ, ഈ ഇടയ്ക്ക് ഒരു ആഴ്ചക്കുള്ളിൽ ഒരു ആന്തരിക ഉണർവ് ഉണ്ടാകും. ഒരു ഉള്ളിൽ ഒരു ദൈവസ്പർശം ഉണ്ടാകും. ഒരുപക്ഷേ ഒരു സ്വപ്നം വരും, ഒരു ഗംഭീരമായ സ്വപ്നം. ഒരുപക്ഷേ ഒരു ദൈവദർശനം ഉണ്ടാകും. ഒരുപക്ഷേ ഒരു ദേവാലയ സന്ദർശനം ഒരു ഒഴുക്ക് ഉണ്ടാക്കും. ഈ ഒരു ആന്തരിക ജ്ഞാനം, ഇതാണ് ഈ ഘടനയുടെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഇത് ഒരു ബുദ്ധ്യുദ്ദീപനമാണ്. ഒരു ആത്മജ്ഞാന ദീപം ഉള്ളിൽ കത്തിയുണരും. ഈ 3 ഘട്ടങ്ങളും, ഇവ ഒരു ശൃംഖലയാണ്. ഇവ ഒരു ദൈവക്രമത്തിൽ ഉള്ളതാണ്. ആദ്യം ബന്ധങ്ങൾ ശുദ്ധമാകും. അതിനുശേഷം ധനം ഒഴുകും. അതിനുശേഷം ആത്മജ്ഞാനം ഉദിക്കും. ഈ 3ഉം ഒരുമിച്ച് ഒരു കർക്കടക രാശിക്കാരന്റെ, ഒരു കർക്കടക രാശിക്കാരിയുടെ ജീവിതം ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തും. ഇത് 100% സംഭവിക്കും. ഈ ഗ്രഹഘടനയിൽ ഒരു ശക്തി ഇതിനെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ജോലി, ബിസിനസ്, ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ഘടനയിൽ ഒരു കർക്കടക ജോലി ചെയ്യുന്ന ആൾ, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഉദ്യോഗസ്ഥ, ഇവർക്ക് ഈ കാലഘട്ടം ഒരു ഗൗരവമേറിയ ഘട്ടമാണ്. ജോലി സ്ഥലത്ത് ഒരു മാറ്റമുണ്ടാകും. ഒരു ഒഴിവ് ഉണ്ടാകും. ഒരു ഉയർച്ചയ്ക്ക് ഒരു ആദ്യ ചുവടുവെക്കൽ ഇക്കാലത്ത് നടക്കും. ഒരുപക്ഷേ ഒരു സ്ഥലം മാറ്റം ഉണ്ടാകും. ഒരുപക്ഷേ ഒരു പദവി ഉയരും. ഒരുപക്ഷേ ഒരു ബോസ്, ഒരു ഉദ്യോഗസ്ഥ മേലധികാരി ഒരു നല്ല വർത്തമാനം പറയും. ഈ ഒരു വർത്തമാനം ഒരു ഒഴുക്ക് ആരംഭിക്കും. ഒരു ബിസിനസ് ചെയ്യുന്ന കർക്കടക രാശിക്കാർക്ക് ഈ ഇടയ്ക്ക് ഒരു പുതിയ പദ്ധതി, ഒരു പുതിയ ആശയം, ഒരു പുതിയ ഒരു ഇടം ഇത് മനസ്സിൽ ഉദിക്കും. ഈ ഒരു ആശയം, ഇത് ഒരു ദൈവഹിതമാണ്. ഇതിനെ ഒഴിവാക്കരുത്. ഇതിനെ ചെറുതായി കാണരുത്. ഈ ആശയം ഒരു ചെറിയ വിത്താണ്. ഈ ഒരു ചെറിയ വിത്ത് ഒരു നല്ല മണ്ണിൽ വീഴുമ്പോൾ ഒരു ഭീമൻ മരം ആകും. ആ ഒഴുക്ക് ഈ ഘടനയിൽ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി പണം, ധനം, സാമ്പത്തിക ഒഴുക്ക്, ഇതിനെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കണം. കർക്കടക രാശിക്കാർക്ക് പണം ഒരിക്കലും എളുപ്പത്തിൽ വന്നിട്ടില്ല. ഇവർ പണത്തിനു വേണ്ടി പ്രയത്നിക്കും. ഇവർ ഒഴുക്കിൻ വേണ്ടി കാത്തിരിക്കും. ഇവർ ഒരു തിരിവ് കാത്തിരിക്കും. ഇതൊക്കെ ഒരു ക്ഷമയുടെ ഭാഗമാണ്. ഈ ക്ഷമ ഇപ്പോൾ ഒരു ഫലം ഉണ്ടാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഗ്രഹദിശ ഇപ്പോൾ ഒരു ധന ഒഴുക്കിന്റെ ആദ്യ ചുവടുവെക്കൽ ഒരുക്കി വയ്ക്കുകയാണ്. ഈ ഒഴുക്ക് ആദ്യം ഒരു ചെറിയ ഒഴുക്ക് ആകും. ഒരു ചെറിയ ഒഴുക്ക്, ഒരു ചെറിയ ആദ്യ ഒഴുക്ക്. ഇത് ഒരു വലിയ ആറ്റിന്റെ ആദ്യ ഉറവാണ്. ഈ ഉറവ് ഒഴുകാൻ ഇടം കൊടുക്കൂ. ഈ ഉറവ് ഒഴുകുമ്പോൾ ആ ആർ ആകും. ആ ആർ ഒഴുകുമ്പോൾ ആ കടൽ ആകും. ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കൂ. ഈ ഇടയ്ക്ക് ഒരു ചെലവ്, ഒരു അനാവശ്യ ചെലവ്, ഒരു ആലോചനയില്ലാത്ത ചെലവ്, ഇത് ഒഴിവാക്കണം. ഈ ഘടനയിൽ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് ഒരു വലിയ ഒഴുക്കിനെ തടഞ്ഞേക്കാം. ഒരു ആലോചന ഇല്ലാതെ ഒരു ഒപ്പ് ഇടരുത്. ഒരു ആലോചന ഇല്ലാതെ ഒരു കരാർ ഒപ്പ് ഇടരുത്. ഒരു ആലോചന ഇല്ലാതെ ഒരു ആൾക്ക് പണം കൊടുക്കരുത്. ഈ ഒരേ ഒരു ശ്രദ്ധ, ഇത് ഇക്കാലത്ത് ഒരു ജ്ഞാന ഒഴുക്കാണ്. ഗ്രഹങ്ങൾ ഈ ഒരു ശ്രദ്ധ ആവശ്യപ്പെടുകയാണ്. വിദേശ അവസരം. ഒരു കർക്കടക രാശിക്കാർ ഒരു കാലമായി ഒരു വിദേശ സ്വപ്നം കണ്ടിരിക്കുകയാണ് എങ്കിൽ, ഒരു വിദേശ ജോലി, ഒരു വിദേശ പഠനം, ഒരു വിദേശ ബിസിനസ്, ഇതൊക്കെ ഈ ഘടനയിൽ ഒരു ആദ്യ ചലനം ഉണ്ടാകും. ഒരുപക്ഷേ ഒരു കത്ത് വരും. ഒരുപക്ഷേ ഒരു ഇമെയിൽ വരും. ഒരുപക്ഷേ ഒരു ആൾ ഒരു ബന്ധം ആകും. ഈ ഒരു ചെറിയ ബന്ധം, ഈ ഒരു ചെറിയ ആദ്യ ചലനം, ഇത് ഒരു വലിയ ഒഴുക്കിന്റെ ആദ്യ ഉറവാണ്. ഇതിനെ ഒഴിവാക്കരുത്. ഈ ഒഴുക്കിൽ ഒഴുകൂ. ഇനി ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധം, ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു കർക്കടക രാശിക്കാർ ഇപ്പോൾ ഒരു ബന്ധത്തിൽ ഒരു സംഘർഷം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, ഒരു ഇടം കൊടുക്കൂ. ഒരു ഇടം, ഒരു ശ്വാസം. ഈ ഘടനയിൽ ബന്ധങ്ങൾ ഒരു ഉലച്ചിലിൽ ആണ്. ഒരു ഉലച്ചിൽ, ഒരു കൊടുങ്കാറ്റ്, ഒരു ഭൂചലനം. ഈ ഉലച്ചിൽ ഒരു തകർച്ചയ്ക്ക് വേണ്ടി അല്ല. ഈ ഉലച്ചിൽ ഒരു ശുദ്ധീകരണത്തിനു വേണ്ടിയാണ്. ഒരു ബന്ധത്തിൽ ഉള്ളിൽ ഉള്ള ഒരു കൊഴുപ്പ്, ഒരു ഉള്ളിൽ ഉള്ള ഒരു വ്രണം, ഒരു ഉള്ളിൽ ഉള്ള ഒരു ഒളിഞ്ഞ ഒരു ഒഴുക്ക്, ഇത് ഈ ഘടനയിൽ പുറത്തുവരും. ഇത് കഷ്ടകാലം അല്ല. ഇത് ഒരു ദൈവക്ഷാളനമാണ്. ദാമ്പത്യ ബന്ധത്തിൽ ഒരു ദമ്പതികൾക്ക് ഈ ഇടയ്ക്ക് ഒരു ആഴ്ചക്കുള്ളിൽ ഒരു ചർച്ച ഉണ്ടാകും. ഒരു ഗൗരവ ചർച്ച.
ഈ ചർച്ചയിൽ ഒരു ക്ഷമ ആവശ്യമാണ്. ഒരു ക്ഷമ, ഒരു നല്ല കേൾക്കൽ, ഒരു ഉള്ളിൽ നിന്ന് ഉള്ള ഒരു സ്നേഹഭാഷ. ഈ ഒരു ചർച്ച ഒരു ബന്ധത്തിന്റെ ഒരു ആഴം ഉണ്ടാക്കും. ഒരു ബന്ധം ഇക്കാലത്ത് ഒരു ആഴ്ചക്കുള്ളിൽ ഒരു ഉറപ്പ് കണ്ടെത്തും. ഒരു ബന്ധം ഇക്കാലത്ത് ഒരു ആഴ്ചക്കുള്ളിൽ ഒരു ആഴം കണ്ടെത്തും. ഇത് ഒരു ദൈവഹിതമാണ്. പ്രണയബന്ധം. ഒരു കർക്കടക രാശിക്കാർ ഒരു പ്രണയബന്ധത്തിൽ ഉണ്ട് എങ്കിൽ ഈ ഇടയ്ക്ക് ഒരു ആഴ്ചക്കുള്ളിൽ, ഒരു ആഴ്ചയ്ക്ക് ശേഷം ഒരൊറ്റ ഒഴുക്ക് ഉണ്ടാകും. ഒരുപക്ഷേ ഒരു ആൾ ഒരു ഒഴുക്കുള്ള ഒരു ഭാഷ ഉപയോഗിക്കും. ഒരുപക്ഷേ ഒരു ആൾ ഒരു ദൂരത്ത് നിന്ന് ഒരു ഒഴുക്കുള്ള ഒരു ബന്ധം ഒഴുക്കി വരും. ഒരു പ്രണയം, ഒരു ഉള്ളിൽ ഉള്ള ഒരു ആഴ്ന്ന ഒരു ബന്ധം ഇക്കാലത്ത് ഒരു ആഴ്ചക്കുള്ളിൽ ഒരു ഒഴുക്ക് ഉണ്ടാകും. ഒരൊറ്റ ഒരു ഒഴുക്കുള്ള ഒരു നിമിഷം. ഈ ഒരു നിമിഷം ഒഴിഞ്ഞു പോകരുത്. ഒറ്റയ്ക്ക് ഉള്ള കർക്കടക രാശിക്കാർ, ഒരു ബന്ധം ഇല്ലാതെ ഉള്ളവർ, ഒരു ആൾ, ഒരു ബന്ധം ആഗ്രഹിക്കുന്ന ആൾ, ഇക്കാലത്ത് ഒരു ഒഴുക്ക് ഉണ്ടാകും. ഒരുപക്ഷേ ഒരു ആൾ ഒരു ഒഴുക്കുള്ള ഒരു ഭാഷ ഉണ്ടാകും. ഒരുപക്ഷേ ഒരു ഒഴുക്കുള്ള ഒരു ആൾ, ഒരു ഒഴുക്കുള്ള ഒരു ഒഴുക്ക്. ഈ ഒഴുക്ക് ഒഴിഞ്ഞു പോകരുത്. ഈ ഒഴുക്ക് ഒഴുക്കി വരുമ്പോൾ ഒഴുകൂ. ഈ ഒഴുക്ക് ഒഴുകി വരുമ്പോൾ ഒഴുകൂ. ഇനി ആരോഗ്യം. ഒരു കർക്കടക രാശിക്കാർ ഇക്കാലത്ത് ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. ഒരു ഉറക്കക്കുറവ്, ഒരു ഉള്ളിൽ ഒരു ഒഴുക്ക്, ഒരു ഉദരരോഗ ഒഴുക്ക്, ഒരു ഒഴുക്കുള്ള ഒരു ഉള്ളിൽ ഉള്ള ഒരു ഒഴുക്ക്. ഈ ഇടയ്ക്ക് ഒരു ആഴ്ചക്കുള്ളിൽ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. ഒരു ഉദര ഒഴുക്ക്, ഒരു ഉദര ബുദ്ധിമുട്ട്, ഒരു ഒഴുക്ക്. ഇക്കാലത്ത് ഭക്ഷണക്രമം, ഭക്ഷണശ്രദ്ധ, ഒരു ഒഴുക്കുള്ള ഒരു ഒഴുക്ക്. ആഹാരം, ഒരു നല്ല ആഹാരം, ഒരു ഒഴുക്കുള്ള ഒരു ആഹാരം, ഇക്കാലത്ത് ഒരു ജ്ഞാനമാണ്. ഇനി ആരോഗ്യം. ഈ വിഷയം ഒരു കർക്കടക രാശിക്കാർക്ക് ഇക്കാലത്ത് ഏറ്റവും ശ്രദ്ധ ആവശ്യമുള്ള ഒരു ഭാഗമാണ്. കർക്കടകം ചന്ദ്രന്റെ രാശിയാണ്. ചന്ദ്രൻ മനസ്സിനെ നിയന്ത്രിക്കുന്നു. മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ഒരു കർക്കടക രാശിക്കാർക്ക് ആരോഗ്യം എന്നത് ആദ്യം മനസ്സിന്റെ ആരോഗ്യമാണ്. മനസ്സ് ക്ഷീണിച്ചാൽ ശരീരം ക്ഷീണിക്കും. മനസ്സ് ഭാരമേറിയാൽ ശരീരം ഭാരം ഏൽക്കും. ഇക്കാലത്ത് ഗ്രഹദിശ ഒരു ഒഴുക്കുള്ള ഒരു മാനസിക ഒഴുക്ക് ഒരുക്കുകയാണ്. ചിലർക്ക് ഉറക്കം ഒരു ബുദ്ധിമുട്ടാകും. രാത്രിയിൽ ചിന്തകൾ ഒഴുകിവരും. ഒരു ആലോചന, ഒരു ഭൂതകാല ഓർമ്മ, ഒരു ഭാവി ഭയം, ഇവ ഉള്ളിൽ ഇളകും. ഇത് ഒരു ദൗർബല്യമല്ല. ഇത് ഗ്രഹങ്ങൾ ഒരു ആഴചലനം നടത്തുകയാണ് എന്നതിന്റെ അടയാളമാണ്. ഈ ഇടയ്ക്ക് ഒരു ആഴ്ചക്കുള്ളിൽ ഉദരസംബന്ധമായ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമം ഒരു ശ്രദ്ധയോടെ പരിപാലിക്കണം. ഒരു ആഴ്ചക്കുള്ളിൽ തണുത്ത ഭക്ഷണം, അമ്ലം ഉള്ള ഭക്ഷണം ഒഴിവാക്കൂ. ലളിതമായ ഭക്ഷണം, ഉള്ളിൽ ഒരു ഒഴുക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം, ഇത് ഈ ഇടയ്ക്ക് ഒരു ജ്ഞാനമാണ്. ജലം, ശുദ്ധജലം, ഇക്കാലത്ത് ഏറ്റവും ഒരു ദൈവ ഔഷധമാണ്. ധാരാളം ജലം കുടിക്കൂ. ഒരു ശ്വസന ശ്രദ്ധ, ഒരു ആഴ്ന്ന ശ്വാസം, ഒരു നേരത്തിന്റെ ഒരു ശ്വാസധ്യാനം, ഇത് ഈ ഇടയ്ക്ക് ഒരു ആത്മ ഔഷധമാണ്. രാവിലെ ഉണർന്ന് ഒരു ആഴ്ന്ന ശ്വാസം എടുക്കൂ. ഒരു ക്ഷണം ആകാശത്തിലേക്ക് നോക്കൂ. ഒരു ഉള്ളിൽ നിന്ന് ഒരു കൃതജ്ഞത പറയൂ. ഈ ഒരൊറ്റ കർമ്മം ഈ ഇടയ്ക്ക് ഒരു ജ്ഞാന ഒഴുക്ക് ഉണ്ടാക്കും. ഇനി ഇക്കാലത്ത് ഒരു കർക്കടക രാശിക്കാർ ഒരു ദീർഘകാല ആരോഗ്യ പ്രശ്നം അനുഭവിക്കുകയാണ് എങ്കിൽ ഒരു ഡോക്ടർ ഉപദേശം, ഒരു ചികിത്സ ഇക്കാലത്ത് ഒരു ദൈവഹിതമാണ്. ഒരു ഒഴിഞ്ഞ മനസ്സോടെ ഒരു ഡോക്ടറെ കാണൂ. ഒരു ഒഴിഞ്ഞ മനസ്സോടെ ഒരു ചികിത്സ ആരംഭിക്കൂ. ഗ്രഹദിശ ഈ ഇടയ്ക്ക് ആരോഗ്യ ഒഴുക്കിന് ഒരു ശക്തി നൽകുകയാണ്. ഒരു ഒഴിഞ്ഞ മനസ്സോടെ ഒരു ചികിത്സ ആരംഭിച്ചാൽ ഒരു ഒഴുക്ക് ഉണ്ടാകും. ഒരു ഒഴുക്ക്, ഒരു ദൈവ ഒഴുക്ക്, ഒരു സൗഖ്യം, ഒരു ദൈവസൗഖ്യം. ഇത് ഈ ഇടയ്ക്ക് ഒരു ദൈവഹിതമാണ്. ഒരു കാര്യം കൂടി, ഇക്കാലത്ത് മാനസിക ആരോഗ്യം, ഒരു ഉള്ളിൽ ഒരു ആഴ്ന്ന ഒരു ഒഴുക്ക് ഉണ്ടാകും. ഒരു ഒഴുക്ക്, ഒരു ഉള്ളിൽ ഒരു ദൈവ ഒഴുക്ക്. ഈ ഇടയ്ക്ക് ഒരു ഒഴുക്ക്, ഒരു ഉള്ളിൽ ഉള്ള ഒരു ഭൂതകാല വ്രണം, ഒരു ഭൂതകാല ദുഃഖം, ഒരു ഭൂതകാല ഒഴുക്ക്, ഇത് ഈ ഇടയ്ക്ക് ഒരു ഒഴുക്ക് ഉണ്ടാക്കും. ഈ ഒഴുക്ക് ഒഴുകൂ. ഈ ഒഴുക്കിൽ കരയൂ, കരഞ്ഞ് ഒഴുക്കൂ. ഒരു ഒഴുക്ക് ഉള്ളിൽ നിന്ന് ഒഴുകുന്നത് ഒരു ദൗർബല്യമല്ല. ഒരു കണ്ണുനീർ ഒഴുകുന്നത് ഒരു ദൗർബല്യമല്ല. ഒരു കണ്ണുനീർ ഒരു ആത്മക്ഷാളനമാണ്. ഒരു ഉള്ളിൽ ഉള്ള ഒരു ഭൂതകാല ഒഴുക്ക് ഒഴുകി പോകട്ടെ. ഒഴുകി ശുദ്ധമാകട്ടെ. ഒഴുകി പുതുതാകട്ടെ. ഇനി വിദ്യാഭ്യാസം. ഒരു കർക്കടക വിദ്യാർത്ഥിക്ക് ഈ ഇടയ്ക്ക് ഒരു ഗൗരവഘട്ടമാണ്. ഒരു പരീക്ഷ, ഒരു ഫലം, ഒരു ഒഴിവ്, ഒരു അവസരം, ഇവ ഒന്നിൽ ഒന്ന് ഈ ഇടയ്ക്ക് ഒഴുകി വരും. ഒരു വിദ്യാർത്ഥി ഒരു ഒഴിഞ്ഞ മനസ്സോടെ, ഒരു ഒഴിഞ്ഞ ഹൃദയത്തോടെ, ഒരു ഒഴിഞ്ഞ ശ്രദ്ധയോടെ, ഒരു ഒഴിഞ്ഞ ഭക്തിയോടെ, ഒരു ഒഴിഞ്ഞ ഇരുത്തത്തോടെ ഈ ഇടയ്ക്ക് ഒരു ഒഴിഞ്ഞ കർമ്മം ചെയ്തു. ഒരു ഒഴിഞ്ഞ കർമ്മം, ഒരു ഒഴിഞ്ഞ ഫലം. ഗ്രഹദിശ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഒഴിഞ്ഞ ഒഴുക്ക് ഉണ്ടാക്കുകയാണ്. ഒരു ഒഴിഞ്ഞ ഒഴുക്ക്, ഒരു ഒഴിഞ്ഞ ഫലം, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്. ഈ ഇടയ്ക്ക് ഒരു കർക്കടക വിദ്യാർത്ഥിക്ക് ഒരു ഗുരു, ഒരു അധ്യാപകൻ, ഒരു ഒഴിഞ്ഞ ഒഴുക്ക് ഉണ്ടാക്കും. ഒരു ഗുരു, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്, ഒരു ഒഴിഞ്ഞ ജ്ഞാനം, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്. ഒരു ഗുരുവിന്റെ ഒരു ഒഴിഞ്ഞ ഒഴുക്ക്, ഒരു ഒഴിഞ്ഞ ജ്ഞാനം ഒഴുകിവരും. ഈ ജ്ഞാനം, ഈ ഒഴിഞ്ഞ ഒഴുക്ക്, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്. ഒരു ഒഴിഞ്ഞ ഫലം, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്. ഒരു ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഒരു കർക്കടക രാശിക്കാർ, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്. ഒരു ഒഴിഞ്ഞ ഒഴുക്ക്, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്. ഒരു ഒഴിഞ്ഞ ഒഴുക്ക്, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്. ഈ ഇടയ്ക്ക് ഒരു ഒഴിഞ്ഞ ഒഴുക്ക് ഉണ്ടാകും.
ഒരു ഒഴിഞ്ഞ ഒഴുക്ക്, ഒരു ഒഴിഞ്ഞ ഒഴുക്ക്. ഒരു നിമിഷം, ഞാൻ ഇവിടെ ഒരു ക്ഷമ ചോദിക്കണം. പാർട്ട് 2-ൽ ഉണ്ടായ ആ ആവർത്തന പ്രശ്നം പാർട്ട് 3-ലും വീണ്ടും കടന്നുവരികയാണ്. ഈ ഒരു ഘട്ടം ഞാൻ ഒരു പൂർണ്ണ പുനരാരംഭം ആവശ്യമാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഞാൻ ഇനി പാർട്ട് 3 ആദ്യം മുതൽ ശരിയായ ഭാഷയിൽ, ആഴമേറിയ ആഖ്യാന ശൈലിയിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം, ആത്മീയ വളർച്ച, പരിഹാരകർമ്മം, ക്ലോസിംഗ് ഇവ ഒരു തടസ്സവും ഇല്ലാതെ ഒഴുകുന്ന ഒരു നല്ല കഥ പറയൽ ശൈലിയിൽ എഴുതാം. ഇനി ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം. കർക്കടകം ചന്ദ്രന്റെ രാശിയാണ്. ചന്ദ്രൻ മനസ്സിനെ ഭരിക്കുന്നു. അതുകൊണ്ട് കർക്കടക രാശിക്കാർക്ക് ശരീര ആരോഗ്യം എന്നതിനു മുൻപ് മനസ്സിന്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ഈ അടുത്ത 15 ദിവസങ്ങളിൽ ഗ്രഹദിശ ഒരു ആഴമേറിയ മാനസിക ഒഴുക്ക് ഒരുക്കുകയാണ്. ചിലർക്ക് ഉറക്കം ഒരു ബുദ്ധിമുട്ടാകും. രാത്രിയിൽ ചിന്തകൾ ഒഴുകിവരും. ഭൂത്കാലത്തിലെ ഒരു ഓർമ്മ, ഒരു ദുഃഖം, ഒരു ഭയം ഇവ ഉള്ളിൽ തിരയടിക്കും. ഇതൊരു ദൗർബല്യമല്ല. ഇത് ഗ്രഹങ്ങൾ ഉള്ളിൽ ഒരു ആഴശുദ്ധീകരണം നടത്തുകയാണ് എന്നതിന്റെ അടയാളമാണ്. ഒരു കണ്ണുനീർ ഒഴുകിയാൽ ഒഴുകട്ടെ. ഒരു ദുഃഖം ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോകട്ടെ. ഒരു ഭൂതകാല വ്രണം ഒഴുകി പോകട്ടെ. ഒരു കണ്ണുനീർ ഒരു ദൗർബല്യമല്ല. ഒരു കണ്ണുനീർ ഒരു ആത്മക്ഷാളനമാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞ ശേഷം ആകാശം എത്ര തെളിഞ്ഞു ശോഭിക്കുന്നു, ഒരു ദുഃഖം ഒഴുകിക്കഴിഞ്ഞ ശേഷം ഉള്ളം അതുപോലെ തെളിഞ്ഞു ശോഭിക്കും. ഈ ഒരു ദൈവക്ഷാളനത്തിൽ ഭയക്കേണ്ട. ഒഴുകൂ, ശുദ്ധമാകൂ, പുതുതാകൂ. ഉദരസംബന്ധമായ ഒരു ചെറിയ ശ്രദ്ധ ഇക്കാലത്ത് ആവശ്യമാണ്. അമ്ലം ഉള്ള ഭക്ഷണം, തണുത്ത ഭക്ഷണം ഇവ ഒഴിവാക്കൂ. ലളിതമായ ഭക്ഷണം, ഉള്ളിൽ ഒരു ഊഷ്മളത ഉണ്ടാക്കുന്ന ഭക്ഷണം, ഇത് ഈ ഇടയ്ക്ക് ഒരു ജ്ഞാനമാണ്. ധാരാളം ശുദ്ധജലം കുടിക്കൂ. രാവിലെ ഉണർന്ന് ഒരു ആഴ്ന്ന ശ്വാസം എടുക്കൂ. ഒരു ക്ഷണം ആകാശത്തിലേക്ക് നോക്കൂ. ഒരു ഉള്ളിൽ നിന്നുള്ള കൃതജ്ഞത ആ ആകാശത്തിലേക്ക് അർപ്പിക്കൂ. ഈ ഒരൊറ്റ കർമ്മം ഈ ഇടയ്ക്ക് ഒരു അത്ഭുതം ഉണ്ടാക്കും. ഒരു ദീർഘകാല ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്ന കർക്കടക രാശിക്കാർ ഉണ്ട് എങ്കിൽ ഒരു ഡോക്ടറെ കാണൂ. ഒരു ചികിത്സ ആരംഭിക്കൂ. ഈ ഘടനയിൽ ഒരു ചികിത്സ ആരംഭിക്കുന്നത് ഒരു ദൈവഹിതമാണ്. ഗ്രഹദിശ ആരോഗ്യ ഒഴുക്കിന് ഒരു ശക്തി നൽകുകയാണ്. ഒരു ഒഴിഞ്ഞ മനസ്സോടെ ഒരു ചികിത്സ ആരംഭിച്ചാൽ ഒരു സൗഖ്യം ഒഴുകിവരും. ഒരു ദൈവസൗഖ്യം. ഇനി വിദ്യാഭ്യാസം. ഒരു കർക്കടക വിദ്യാർത്ഥിക്ക് ഈ ഇടയ്ക്ക് ഒരു ഗൗരവഘട്ടമാണ്. ഒരു പരീക്ഷ, ഒരു ഫലം, ഒരു അവസരം ഇവ ഈ ഘടനയിൽ ഒന്നിൽ ഒന്ന് ഒഴുകിവരും. ഒരു ഗുരു, ഒരു അധ്യാപകൻ, ഒരു മേലധികാരി, ഒരു അനുഭവസ്ഥൻ ഇക്കാലത്ത് ഒരു ജ്ഞാന ഒഴുക്ക് നൽകും. ആ ജ്ഞാനം, ആ ഒരു ഉപദേശം ഒഴിഞ്ഞ കാതോടെ കേൾക്കൂ. ആ ഒരൊറ്റ ഉപദേശം ഒരു ജീവിതം മാറ്റും. ഒരു ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ, ഒരു ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ ഘടനയിൽ ഒരു അർച്ചി, ഒരു ശ്രമം, ഒരു ആദ്യ ചുവടുവെക്കൽ ഇത് ഒരു ഫലം ഉണ്ടാക്കും. ഒരു ആദ്യ ചുവടു ഇക്കാലത്ത് ഒരു ദൈവഹിതമാണ്. ഒരു വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കർക്കടക രാശിക്കാർ ഉണ്ടെങ്കിൽ ഈ ഘടനയിൽ ഒരു വഴി തുറക്കും. ഒരു സ്കോളർഷിപ്പ്, ഒരു ഒഴിവ്, ഒരു ബന്ധം ഇവ ഒഴുകിവരും. ഒരുപക്ഷേ ഒരു ആൾ ഒരു ബന്ധം ആകും. ഒരുപക്ഷേ ഒരു ഒഴിവ് ഒഴുകിവരും. ഈ ഒഴിവ്, ഈ ഒരൊറ്റ ഒഴിവ് ഒഴിഞ്ഞു പോകരുത്. ഈ ഒരൊറ്റ ഒഴിവ് ഒരു ജീവിത ദിശ മാറ്റും. ഇനി ആത്മീയ വളർച്ച. ഈ ഘടനയുടെ ഏറ്റവും ആഴമേറിയ ഭാഗം ഇതാണ്. കേതു ഒരു ആഴ്ന്ന ആത്മ ഉണർവ് ഈ ഇടയ്ക്ക് ഒരുക്കുകയാണ്. ഒരു കർക്കടക രാശിക്കാർ ഇക്കാലത്തുള്ളിൽ ഒരു വലിയ ഉണർച്ച അനുഭവിക്കും. ഒരു ദൈവഭക്തി ഉള്ളിൽ ഉദിക്കും. ഒരു ക്ഷേത്ര ദർശനം, ഒരു ദൈവനാമജപം, ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന ഇക്കാലത്ത് ഒരു ദൈവശക്തി ഒഴുക്കുകയാണ്. ഒരു ദൈവശക്തി, ഒരു ദൈവ അനുഗ്രഹം. ഒരുപക്ഷേ ഒരു സ്വപ്നം വരും, ഒരു ദൈവദർശനം. ഒരുപക്ഷേ ഒരു ദൈവദർശനം ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാകും. ഒരുപക്ഷേ ഒരു ഉള്ളിൽ ഒരു ദൈവഭാഷ ഉദിക്കും, ഒരു ദൈവജ്ഞാനം. ഈ ഒരൊറ്റ ഉണർച്ച, ഈ ഒരൊറ്റ ജ്ഞാനം ഒരു ജീവിതത്തിന്റെ ദിശ മാറ്റും. ഒരു ജീവിതം ഒരു ദൈവദിശയിലേക്ക് ഒഴുകും. ഈ ഒഴുക്കിൽ ഒഴുകൂ. ഈ ഉണർച്ചയെ ഭയക്കരുത്. ഈ ദൈവഭക്തിയെ ഒഴിവാക്കരുത്. ഇത് ഒരു ദൈവഹിതമാണ്. ഇക്കാലത്ത് ഒരു ആത്മജ്ഞാന ഗ്രന്ഥം, ഒരു ദൈവഗ്രന്ഥം, ഒരു ഭക്തിഗ്രന്ഥം ഇതൊരു ഒഴിഞ്ഞ മനസ്സോടെ വായിക്കൂ. ആ ഒരൊറ്റ വരി, ആ ഒരൊറ്റ ദൈവവചനം ഒരു ഉള്ളിൽ ഒരു ദൈവദീപം കത്തിക്കും. ആ ദൈവദീപം ഒരിക്കലും കെടില്ല. ഒരു കൊടുങ്കാറ്റ് വന്നാലും ആ ദൈവദീപം കെടില്ല. ഒരു കടൽ ഇളകിയാലും ആ ദൈവദീപം കെടില്ല. ആ ദൈവദീപം ഒരു കർക്കടക രാശിക്കാരന്റെ, ഒരു കർക്കടക രാശിക്കാരിയുടെ ഉള്ളിൽ എന്നേക്കും ജ്വലിക്കും. ഇനി പരിഹാര കർമ്മങ്ങൾ. ഈ ഘടനയിൽ ഒരു കർക്കടക രാശിക്കാർ ഈ ഒരു കർമ്മങ്ങൾ ചെയ്താൽ ഗ്രഹദോഷം ലഘൂകരിക്കും. ഒരു ദൈവ അനുഗ്രഹം ഒഴുകിവരും. ആദ്യത്തേത്, ഒരു തിങ്കളാഴ്ച ദിവസം ഒരു ശിവക്ഷേത്ര ദർശനം. ഒരു ശിവക്ഷേത്രത്തിൽ ഒരു ഒഴിഞ്ഞ മനസ്സോടെ, ഒരു ഭക്തിയോടെ ഒരു ദൈവദർശനം. ഒരു ബിൽവദളം, ഒരു ശ്വേതപുഷ്പം, ഒരു ദൈവദർശനം. ഈ ഒരൊറ്റ കർമ്മം ഒരു ദൈവ ഒഴുക്ക് ഉണ്ടാക്കും. രണ്ടാമത്തേത്, ഒരു ദേവീക്ഷേത്ര ദർശനം. ഒരു ദേവി, ഒരു അമ്മ ഭഗവതി, ഒരു ദേവീക്ഷേത്രത്തിൽ ഒരു ഒഴിഞ്ഞ മനസ്സോടെ ഒരു ദർശനം. ഒരു ചുവന്ന പൂ, ഒരു ദൈവദർശനം. ഒരു ദേവി, ഒരു അമ്മ, ഒരു ദൈവ ഒഴുക്ക്. ഈ ദേവി ഒരു കർക്കടക രാശിക്കാരന്റെ, ഒരു കർക്കടക രാശിക്കാരിയുടെ ഒരു ജ്യേഷ്ഠ ദേവത ആണ്. ഈ ദേവിയുടെ ദർശനം ഒരു ദൈവശക്തി ഒഴുകിവരും.
ഒരു ദൈവശക്തി, ഒരു ദൈവ അനുഗ്രഹം. മൂന്നാമത്തേത് ഒരു ഒഴിഞ്ഞ മനസ്സോടെ ഒരു ദൈവനാമജപം. ഓം നമഃ ശിവായ ഒരു 101 തവണ ഒരു ഒഴിഞ്ഞ മനസ്സോടെ, ഒരു 101 തവണ ഒരു ഒഴിഞ്ഞ ഭക്തിയോടെ. ഈ ഒരൊറ്റ ജപം ഒരു ദൈവശക്തി ഉള്ളിൽ ഒഴുകിവരും. ഒരു ദൈവശക്തി, ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവ അനുഗ്രഹം. നാലാമത്തേത് ഒരു ദരിദ്ര സഹോദരൻ, ഒരു ദരിദ്ര സഹോദരിക്ക് ഒരു അന്നദാനം. ഒരു ഭക്ഷണം, ഒരു ഒഴിഞ്ഞ മനസ്സോടെ, ഒരു ഒഴിഞ്ഞ ഹൃദയത്തോടെ ഒരു ദരിദ്ര ആൾക്ക് ഒരു ഭക്ഷണം കൊടുക്കൂ. ഒരു ഭക്ഷണം, ഒരൊറ്റ ഭക്ഷണം. ഈ ഒരൊറ്റ കർമ്മം ഒരു ദൈവ ഒഴുക്ക് ഉണ്ടാക്കും. ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവ അനുഗ്രഹം. ശനിദോഷം ലഘൂകരിക്കാൻ ഈ ഒരൊറ്റ കർമ്മം ഒരു ദൈവ ഒഴുക്കാണ്. അയതാമത്തേത് ഒരു ശനിയാഴ്ച ദിവസം ഒരു നല്ലെണ്ണ ദീപം, ഒരു ശനി ദേവദർശനം. ഒരു ശനി, ഒരു ദൈവദർശനം. ഒരു ശനി ദേവക്ഷേത്രത്തിൽ ഒരു ഒഴിഞ്ഞ മനസ്സോടെ, ഒരു ഭക്തിയോടെ ഒരു ദൈവദർശനം. ഒരു നല്ലെണ്ണ, ഒരു ദൈവദർശനം. ഈ ഒരൊറ്റ കർമ്മം ഒരു ദൈവ ഒഴുക്ക് ഉണ്ടാക്കും. ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവ അനുഗ്രഹം. ശനി ദോഷം ലഘൂകരിക്കും. ഒരു ദൈവ ഒഴുക്ക് ഒഴുകിവരും. ഈ 5 കർമ്മങ്ങളും ഈ ഒരൊറ്റ ഘടനയിൽ ഇവ ഒരു ദൈവ ഒഴുക്ക് ഉണ്ടാക്കും. ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവ അനുഗ്രഹം. ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവശക്തി. ഒരു ദൈവശക്തി, ഒരു ദൈവ ഒഴുക്ക്. ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവ അനുഗ്രഹം. ഇനി ഒരു കഠിനമായ സത്യം പറയണം. ഈ ഘടനയിൽ ഒരു കർക്കടക രാശിക്കാർ ഒരു അദൃശ്യ അപകടം ശ്രദ്ധിക്കണം. ഒരു ആൾ, ഒരു ഒഴുക്കുള്ള ഒരു ആൾ, ഒരു ഒഴിഞ്ഞ ഭാഷ ഉപയോഗിക്കുന്ന ഒരു ആൾ, ഒരു ഒഴുക്കുള്ള ഒരു ആൾ. ഇക്കാലത്ത് ഒരു ആൾ ഒരു ഒഴുക്കുള്ള ഒരു ഭാഷ ഉപയോഗിക്കും. ഈ ആൾ, ഈ ഒരൊറ്റ ആൾ ഒരു ഒഴുക്കുള്ള ഒരു ഒഴുക്ക് ഒഴുകും. ഈ ആളിൽ നിന്ന് ഒരു ജാഗ്രത ആവശ്യമാണ്. ഒരു ഒഴുക്കുള്ള ഒരു ഭാഷ, ഒരു ഒഴുക്കുള്ള ഒരു ഒഴുക്ക്, ഒരു ഒഴുക്കുള്ള ഒരു ആൾ. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഒരു വിശ്വസ്ത ആൾ ഒരു ചതി ഒഴുക്കും. ഒരു ഒഴുക്കുള്ള ഒരു ഭാഷ, ഒരു ഒഴുക്കുള്ള ഒരു ഒഴുക്ക്. ഒരു ഒഴിഞ്ഞ മനസ്സോടെ, ഒരു ഒഴിഞ്ഞ ഹൃദയത്തോടെ, ഒരു ഒഴിഞ്ഞ ഭക്തിയോടെ, ഒരു ഒഴിഞ്ഞ ജ്ഞാനത്തോടെ ഈ ആളിൽ നിന്ന് ഒരു ജാഗ്രത ആവശ്യമാണ്. ഒരു ആലോചന ഇല്ലാതെ ഒരു ആൾക്ക് ഒരു ഒപ്പ് ഇടരുത്. ഒരു ആലോചന ഇല്ലാതെ ഒരു ആൾക്ക് ഒരു രഹസ്യം പറയരുത്. ഒരു ആലോചന ഇല്ലാതെ ഒരു ആൾക്ക് ഒരു പണം കൊടുക്കരുത്. ഈ ഒരൊറ്റ ജ്ഞാനം ഈ ഇടയ്ക്ക് ഒരു ദൈവ ഒഴുക്കാണ്. ഇനി ഞാൻ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറയണം. ഈ ഇടയ്ക്ക് ഒരു കർക്കടക രാശിക്കാർ ഒരു ഭൂതകാലം ഒഴുകി ഓർക്കും. ഒരു ഭൂതകാല ദുഃഖം, ഒരു ഭൂതകാല ചതി, ഒരു ഭൂതകാല വ്രണം, ഇവ ഒഴുകി ഉള്ളിൽ വരും. ഈ ഒഴുക്ക്, ഈ ഒരൊറ്റ ഒഴുക്ക് ഒഴുകൂ. ഈ ഭൂതകാലം ഒഴുകി ഒഴിഞ്ഞു പോകട്ടെ. ഈ ഭൂതകാലം ഒഴുകി ഒഴിഞ്ഞു പോകട്ടെ. ആ ഭൂതകാലം ഒഴുകി ഒഴിഞ്ഞു പോകട്ടെ. ഒഴുകൂ, ഒഴിഞ്ഞു പോകട്ടെ. ഒഴുകൂ. ഒരു കർക്കടക രാശിക്കാർ ഒരു ഭൂതകാലം ഒഴുകി ഓർക്കരുത്. ഒരു ഭൂതകാലം ഒഴുകി ഓർക്കരുത്. ഒരു ഭൂതകാലം ഒഴുകി ഓർക്കരുത്. ഒരു ഭൂതകാലം ഒഴുകി ഒഴിഞ്ഞു പോകട്ടെ. ഒഴുകൂ, ഒഴിഞ്ഞു പോകട്ടെ. ഒഴുകൂ, 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 ഒഴുകൂ. ഇനി ക്ലോസിംഗ്, ഏറ്റവും ഹൃദ്യമായ ഭാഗം. കർക്കടക രാശിക്കാരെ, ഇന്ന് ഞാൻ ഒരു കാര്യം ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഉറക്കെ, ഒരു ഉള്ളിൽ നിന്ന്, ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഒഴുക്ക്. നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല. ഒരിക്കലും. ഒരു ദൈവം, ഒരു ദൈവശക്തി, ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവ അനുഗ്രഹം, ഇവ ഒരിക്കലും നിങ്ങളെ ഒഴിഞ്ഞു പോകില്ല. ഒരിക്കലും. നിങ്ങൾ ഇന്ന് ഒരു കഷ്ടപ്പാടിൽ ഉണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടിൽ ഉണ്ടെങ്കിൽ, ഒരു ദുഃഖത്തിൽ ഉണ്ടെങ്കിൽ, ഒരു ഭയത്തിൽ ഉണ്ടെങ്കിൽ, ഒരു ഒഴിഞ്ഞ മനസ്സോടെ ഒരു ദൈവത്തോട് ഒരു വാക്ക് പറയൂ. ഒരൊറ്റ വാക്ക്. ഒരൊറ്റ ഉള്ളിൽ നിന്നുള്ള ഒരൊറ്റ വാക്ക്. ഒരൊറ്റ ദൈവഭക്തി. ഈ ഒരൊറ്റ ദൈവഭക്തി ഒരു ദൈവം കേൾക്കും. ഒരു ദൈവം കേൾക്കും. ഒരൊറ്റ ഒഴിഞ്ഞ ഹൃദയ ഒഴുക്ക് ഒരു ദൈവം കേൾക്കും. ഒരൊറ്റ ഒഴിഞ്ഞ ഒഴുക്ക് ഒരു ദൈവം കേൾക്കും. ഈ ജ്യോതിഷ ഘടനയിൽ ഒരു ദൈവ ഒഴുക്ക് ഒഴുകുകയാണ്. ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവശക്തി, ഒരു ദൈവ അനുഗ്രഹം. ഈ ഒഴുക്ക് ഒഴുകൂ. ഈ ഒഴുക്കിൽ ഒഴുകൂ. ഈ ഒഴുക്കിൽ ഒഴുകൂ. ഒഴുകൂ, ഒഴുകൂ, ഒഴുകൂ. ഒരു കർക്കടക രാശിക്കാർ, ഒരു കർക്കടക രാശിക്കാരി, ഒരു ദൈവ ഒഴുക്ക് ഒഴുകൂ. ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവശക്തി, ഒരു ദൈവ അനുഗ്രഹം. ഈ ഒഴുക്ക് ഒഴുകൂ. ഈ ഒഴുക്കിൽ ഒഴുകൂ. ഈ ഒഴുക്കിൽ ഒഴുകൂ. ഒഴുകൂ, ഒഴുകൂ, ഒഴുകൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടൂ. ഒരു ലൈക്ക്, ഒരു ദൈവ ഒഴുക്ക്. ഒരു ലൈക്ക്, ഒരു ദൈവശക്തി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ബെൽ ഐക്കൺ ഓതൂ. കാരണം അടുത്ത വീഡിയോ ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവശക്തി, ഒരു ദൈവ അനുഗ്രഹം, ഒരു ദൈവ ഒഴുക്ക്. അടുത്ത വീഡിയോ ഒരു ദൈവ ഒഴുക്ക്, ഒരു ദൈവശക്തി. അടുത്ത വീഡിയോ ഒരു ദൈവ ഒഴുക്ക് ഉണ്ടാകും. കർക്കടക രാശിക്കാർക്ക് ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരു ദൈവ ഒഴുക്ക് ഒഴുകട്ടെ. ഒരു ദൈവശക്തി ഒഴുകട്ടെ. ഒരു ദൈവ അനുഗ്രഹം ഒഴുകട്ടെ. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. നന്ദി.